ഹായ് ഓൾ മൈ സ്റ്റാർ സീഡ്സ്, വെൽക്കം ബാക്ക് ടു റാണി സ്റ്റാരോ ഹീലിംഗ് ചാനൽ. ഇന്ന് നോക്കുന്നത് ഡിവൈൻ മെസ്സേജ് ആണ്. ഡിവൈൻ മെസ്സേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഒരുപോലെ റെസനേറ്റ് ആവണമെന്നില്ല കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള കാര്യങ്ങൾ മാത്രം നിങ്ങൾ അക്സെപ്റ്റ് ചെയ്യുക, ബാക്കി വിട്ട് കളയുക കേട്ടോ. അപ്പോൾ നമുക്ക് റീഡിംഗ് എന്താണെന്ന് നോക്കാം. നമുക്ക് കിട്ടിയിരിക്കുന്ന കാർഡ്സ് ദ സ്റ്റാർ ഉണ്ട്, പിന്നെ 6 ഓഫ് വാൻസ് ഉണ്ട്, ദ ലവേഴ്സ് കാർഡ് ഉണ്ട്. ഇവിടെ ലവേഴ്സ് എനർജിയാണ് കൂടുതലും കണക്റ്റ് ആയിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് തടസ്സമായിട്ട് കിടന്നിരുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അനുകൂലമായിട്ടുള്ള എനർജിയാണ് ഇവിടെ കാണുന്നത് കേട്ടോ. പിന്നെ നിങ്ങളുടെ ഹെൽത്തിന് എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നവർ അത് ഇമ്പ്രൂവ് ആവുന്നതിൻ്റെ ഒരു എനർജി ഉണ്ട്. പിന്നെ നിങ്ങൾ സ്പിരിച്വലി കുറച്ച് പേര് കണക്റ്റ് ആവുന്നതിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾ കൂടുതൽ അട്രാക്റ്റീവ് ആവുന്നതിൻ്റെ എനർജി ഉണ്ട്. പിന്നെ നിങ്ങളുടെ കൂടുതൽ ക്രിയേറ്റിവിറ്റി കൂടുന്നതായിട്ടുള്ളൊരു എനർജി കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് ഒക്കെ കിട്ടാൻ സാധ്യതയുണ്ട് കേട്ടോ. മേ ബി നിങ്ങളുടെ ലവറിൻ്റെ നിന്നാകാം, അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ണറിൻ്റെ നിന്നാകാം, കൊലീഗ്സിൻ്റെ നിന്നോ അല്ലെങ്കിൽ നിങ്ങളുടെ ബോസിൻ്റെ നിന്നോ എവിടെ നിന്നായിരുന്നാലും നിങ്ങൾക്ക് ഒരു ഗിഫ്റ്റ് കിട്ടാനൊക്കെ ഉള്ളൊരു സാധ്യത ഇവിടെ കാണുന്നുണ്ട്. പിന്നെ നിങ്ങൾ വീടൊക്കെ ഒന്ന് മോടി പിടിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പണികളൊക്കെ നടക്കുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ അതുപോലെ നിങ്ങളുടെ സോൾമേറ്റിനെ കണ്ടെത്തുന്ന എനർജി ഇവിടെ കാണാൻ പറ്റുന്നുണ്ട് കേട്ടോ. നിങ്ങളോട്ട് ധാരാളം മണി അബണ്ടൻസ് വരുന്നതിൻ്റെ എനർജിയും കാണുന്നുണ്ട്. നിങ്ങളെ തേടി ഒരു ഫെയിം വരുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങൾ പുതിയ ബിസിനസ് ഒക്കെ തുടങ്ങുന്നതായിട്ട് കാണുന്നുണ്ട്. നിങ്ങളുടെ ഹാർഡ് വർക്കിനെല്ലാം ഒരു ഫലം കാണുന്നൊരു സമയമാണ്. നിങ്ങൾ ചെയ്ത വർക്കിനെ എല്ലാം എല്ലാവരും അംഗീകരിക്കുന്ന ഒരു സമയം കൂടിയായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങൾക്ക് ലീഗലി എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിരുന്നെങ്കിൽ അതിലും നിങ്ങൾക്കൊരു സക്സസ് തന്നെയാണ് ഇവിടെ കാണിക്കുന്നത്. പിന്നെ നിങ്ങൾ സെലിബ്രേഷനിലൊക്കെ പങ്കെടുക്കുന്നതിൻ്റെ എനർജി ഉണ്ട് കേട്ടോ. നിങ്ങൾ മേ ബി ബർത്ത്ഡേ പാർട്ടി ആയിരിക്കാം, അല്ലെങ്കിൽ ഹൗസ് വാമിങ്ങോ അങ്ങനെ എന്തെങ്കിലും ഒരു പാർട്ടിയിൽ നിങ്ങൾ പങ്കെടുക്കുന്നതിൻ്റെ ഒരു എനർജി വരുന്നുണ്ട്. പിന്നെ നിങ്ങളെല്ലാവരും അംഗീകരിക്കുന്നതിൻ്റെയും നിങ്ങളുടെ വിൽ പവറിനെയൊക്കെ അംഗീകരിക്കുന്നതിൻ്റെ ഒക്കെ എനർജി തന്നെയാണ് ഇവിടെ കണക്റ്റ് ആവുന്നത്. മേ ബി നിങ്ങളുടെ തന്നെ ഒരു വെഡിങ്ങിൻ്റെ ഒരു സാധ്യതയും ഇവിടെ കാണുന്നുണ്ട് കേട്ടോ. ഇപ്പോൾ നമുക്ക് ലവേഴ്സ് കാർഡിൽ കാണിക്കുന്നത് അത് തന്നെയാണ്. നിങ്ങളുടെ സോൾമേറ്റിനെ തന്നെ മീറ്റ് ചെയ്യുന്നു എന്നുള്ളത് തന്നെയാണ് കാണിക്കുന്നത്. ഒരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ എന്നുള്ള രീതിയിൽ തന്നെയാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ഓൾറെഡി ഒരു റിലേഷൻഷിപ്പിലാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പിന്നെ ഇവിടെ കമ്മിറ്റ്മെൻറ്റിലോട്ട് പോകുന്നതായിട്ട് കാണുന്നുണ്ട്. പിന്നെ കൂടുതലും ലവിൻ്റെ ഒരു എനർജി, നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളുമായിട്ട് കണക്റ്റ് ആവുന്നതിൻ്റെ എനർജി തന്നെയാണ് ഇവിടെ കാണാൻ പറ്റുന്നത്. അപ്പോൾ നിങ്ങളിലേക്ക് നിങ്ങളുടെ ലവ് അട്രാക്റ്റായി വരുന്നുണ്ട് കേട്ടോ. അപ്പം നിങ്ങളുടെ സോൾമേറ്റ് നിങ്ങളിലോട്ട് വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് റീഡിങ്. താങ്ക് യു വെരി മച്ച്.